ഇവിടെ കടപ്പ നമുക്ക് നടക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്ന കടപ്പൊന്നും കാണാനില്ല കണ്ട. ഇതും അവര് വെട്ടും. ഇതിന് പറ്റി ഫീല് പുതുക്കോട്ട പുതുപ്പണവാളൻ ചാലി അവിടെ നിന്നിട്ട് നോക്കാം. ഇതിന് വല്ല വല്ല പട്ടുണ്ട് മുതലാളിക്ക് ഷെയ്ക്കിൻ്റെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കേബേജ് കൊണ്ട് തോരനാണ്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കി വെക്കണം. വെറുതെ ടീസ്പൂൺ കോരി തിന്നാനാണ് പറ്റില്ലോട്ടാ. ഇട്ടിട്ട് വെള്ളത്തിൽ മുക്കി വെക്കുക. സാധാരണ വെള്ളം ഒഴിച്ച് വയ്ക്കുക. കാബേജ് ചെയ്യുമ്പോൾ വരുന്ന മണം എന്തോ കൊതുകുകളെ അട്രാക്ട് ചെയ്യും. നമ്മുടെ വീട്ടില് കൊതുകുകൾ പോണ്ടോ എന്നുള്ളത് നമുക്ക് ഈ പരീക്ഷണത്തിലൂടെ അറിയാം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് പൂക്കളിട്ടത് ഞാനാണ്. വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇന്നത്തെ പൂക്കളത്തിന് സമ്മാനിച്ചിരിക്കുന്നത്. എന്തേ അത് ഭംഗി കുറവല്ലേ? നോക്കിയേ ഇത്ര ഭംഗിയുള്ള പൂക്കളത്തിനെയാണ് ഇങ്ങനെ പറയണത്. നോക്കിയേ ഇതിന് എന്തൊരു കുഴപ്പം? എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പുകളെ നിങ്ങളൊന്ന് പറയും. ഇനി ബാക്കി പറയും. പുല്ല് വെട്ടുന്നവരിപ്പോൾ വരെ നമ്മുടെ വീടിൻ്റെ പരിസരം ഇതൊക്കെ വൃത്തിയാക്കാൻ പുല്ല് വെട്ടുന്നവരിപ്പോൾ വരും. അപ്പോൾ പിന്നെ വേഗം കൂടെ ആക്കിയിട്ടു. അതാണ് കേട്ടോ. അപ്പോൾ സിമ്പിളാക്കി ചാറ്റ് GPT ഒക്കെ പറഞ്ഞ് കുറേ. അപ്പോൾ അവർ നമ്മൾ കയ്യിലുള്ള പൂക്കളാണ്ടൊക്കെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും സിമ്പിൾ പൂക്കളം തരാൻ പറയും. പക്ഷേ വളരെ സങ്കീർണമായ പൂക്കളങ്ങളാണ് എനിക്ക് കുറേ കിട്ടിയത്. അതിട്ട് വരാണെങ്കിൽ ഇന്ന് ഉച്ചയാവും. നാളെ തൊട്ടുള്ള പൂക്കളങ്ങൾ ഞാനിടും കേട്ടോ. നമ്മളുടെ വീടില്ലേ 32 സെൻറ്റ് സ്ഥലത്താണ് നമ്മുടെ വീട് നിൽക്കുന്നത്. അപ്പോൾ ആ വീട് 2000 സ്ക്വയർ ഫീറ്റ്. 2000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ എത്ര സെൻറ്റ് സ്ഥലം? 5 സെൻറ്റ്. 420 കറക്റ്റ് 5 സെൻറ്റ്. 5 സെൻറ്റ് പോരാ. അതിൻ്റെ ചുറ്റുപാട്ടത്തും കുറച്ച് വ്യത്യാസം. അത് കഴിച്ച് ബാക്കി മുഴുവനും നിങ്ങൾക്കറിയാലോ, നമ്മൾ ഈ പേൾ ഗ്രാസ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ. പുതിയതായിട്ട് കാണുന്നവർ അറിയില്ല. നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും കാണുന്നവർ മിക്കവാറും ദിവസങ്ങളിൽ കമൻറ്റ് വരും, നിങ്ങൾ എന്ത് പുല്ല വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചിട്ട്. അതെങ്ങനെയാണ് പരിപാലിക്കുന്നത്? അപ്പോൾ പേൾ ഗ്രാസ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ വർഷക്കാലം ആയതുകൊണ്ട് ഇതിന് വളർച്ച ഇത്തിരി കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോ ഇന്നാള് പുല്ല് വെട്ടിയുള്ളൂ. പക്ഷെ 2 മാസം മുമ്പ് വെട്ടിയുള്ളൂ. ഇവിടെ വലിയ കുഴപ്പം ഇല്ല. അപ്പൊ ആ ഭാഗത്ത് കുഴപ്പമില്ല. അവിടെ നിങ്ങട് വരുംതോറും ഇവിടെയൊക്കെ അതേ നല്ല കനത്തിലാണ് പുല്ല് വന്നിരിക്കണ. കണ്ട കാലൊക്കെ താന്നു പോണ കണ്ട. ഇത്രക്ക് അതായത് ഒരടിക്കൊക്കെ ഉയരായി തുടങ്ങി. ഇത്രക്ക് താഴ്ചയായി. അത്രക്ക് കനത്തിലാണ് പുല്ല് എടുക്കുന്നത്. പിന്നെ ഈ പേൾ ഗ്രാസിൽ മറ്റേ ബഫല്ലോ ഗ്രാസ് ഉണ്ടല്ലോ, സാധാരണ പുല്ല്, അതും കുറെ പെട്ടിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കൊണ്ടുവയ്ക്കുമ്പോ ഈ സാധനം ഇത് കൊണ്ടുവന്ന് അവര് ഈ പേൾ ഗ്രാസ് അവരിവിടെ കൊണ്ടുവന്ന് ഷീറ്റാണ് ഇട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇടുമ്പോൾ അവിടെ നിന്ന് വല്ല വിത്തതിൻ്റെ ഇടയിൽ ഒരെണ്ണം ഇത്തിരി പെട്ടാൽ മതി. പിന്നെ അത് നിറയും. അപ്പോൾ ഒരു വട്ടം ഞങ്ങൾ പിന്നെ ഈ ബഫല്ലോ ഗ്രാസിനൊക്കെ കംപ്ലീറ്റ് കുറേ ഭാഗം ചെത്തിക്കളഞ്ഞ് അവിടെ വീണ്ടും മറ്റേ ഷീറ്റ് കൊണ്ടുവന്നിട്ടു. പക്ഷെ എന്നാലും ഇടയിൽ അത് ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് ശ്രദ്ധിക്കണില്ല. ഇതിനങ്ങോട്ട് ഒപ്പം അങ്ങോട്ട് വെട്ടി നിർത്തി പോവുകയാണെങ്കിൽ കളപ്പുല്ലുകളും കുറേ വരും കേട്ടോ. കളപ്പുല്ല് ഇപ്പം നമ്മളുടെ വീടിൻ്റെ അപ്പുറത്തപ്പുറത്തൊക്കെ നിറയെ വീടുകൾ തന്നെയാന്ന് വിചാരിക്കും. ആ വീടുകളാണെങ്കിൽ ഇത്രയ്ക്ക് വരില്ല. ഇത് ഈ പുല്ല് ഇവിടെ ഇടുമ്പോഴേ സനീഷ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇതിലിവിടെ കളപ്പുല്ല് നന്നായി വരും. പറമ്പാണ്, അവിടെയൊക്കെ പറമ്പുകളാ, കാട് പിടിച്ച് കിടക്കണ പറമ്പുകളാ. അപ്പൊ കാറ്റത്ത് അതിന്റെ ആ പുല്ലിന്റെ വിത്തുകൾ ഇവിടെ വന്ന് നിറയെ വീഴും. അങ്ങനെ മുളയ്ക്കുന്ന കണ്ട. ഇവിടെയൊക്കെ നോക്കിയേ എന്തൊരു കനത്തിലാന്ന് നോക്കിയേ. അവിടെ നമുക്ക് നടക്കുമ്പോഴേ വല്ല പാമ്പൊക്കെ നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു 6 മാസം കൂടുമ്പോ നമുക്ക് പുല്ല് വെട്ടിയാൽ മതി വിചാരിക്കും. പക്ഷെ വേനൽക്കാലത്ത് വലിയ കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ വർഷക്കാലത്ത് പെട്ടെന്ന് വളരും. ഇത് നോക്കിയേ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതിങ്ങനെ വളഞ്ഞോട്ടെ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഇരുമോനെ വരണേണ്ട അടുത്ത ഇത്. പിന്നെ ഇപ്പുറത്ത് നോക്കിയേ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ വെച്ചത് കുഴപ്പമുണ്ടായില്ലേ. 3 എണ്ണം വന്നു തുടങ്ങി. 3 മുട്ടുകൾ പുതിയത്. ഇതിന് ഞാൻ വരുന്നത്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ക്ലിക്ക്. പിന്നെ നമ്മളെ ആദ്യമായിട്ട് നമ്മൾ ഇപ്പോൾ ഈ ചുറ്റും ഈ സാധനങ്ങൾ വെച്ചു. ഈ സാധനങ്ങൾ വെച്ചിട്ട് ആദ്യമായിട്ട് പുല്ല് വെട്ടുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഇത് വെട്ടിക്കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവും. അത് കാണാനായിട്ടുള്ള ഒരു ഇതുണ്ട്. പിന്നെ പുല്ല് വെട്ടാനിൽ അവരിന്ന് വരും. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഫുലോസാനായിരുന്നു ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. വെള്ളക്കെട്ടുണ്ടായിരുന്നു അവിടെ. ഉണങ്ങി കണ്ട. അത് ഉണങ്ങിപ്പോയി കണ്ട. കണ്ട ഉണങ്ങിപ്പോയി. ആളൊന്ന് 3-4 കൊല്ലം പഴക്കമുള്ളതാണ്. വലിപ്പം വരാണ്ട് നിന്നിപ്പോ അത് മഴ വന്നപ്പോ ഉണങ്ങിപ്പോയി. ഇവിടെ ഒരു മാതള നാരങ്ങ വെക്കാന്നാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. മാതള നാരങ്ങയാണ് ഇവിടെ ഇല്ലാത്തപ്പോ. അപ്പൊ അത് വെക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ അവസ്ഥ കണ്ട. ഇവിടത്തെ കല്ലൊക്കെ മൂടിപ്പോയി. ഇവിടെ കടപ്പ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന കടപ്പൊന്നും കാണാനില്ല കണ്ട. ഇവിടെ കണ്ട ഈ ഭാഗം കണ്ട. ഈ ബഫല്ലോ ഗ്രാസ് നിറഞ്ഞു. ഇനി ഇതൊന്നും കളയണമൊന്നുമില്ല. ഇത് ഇനി വെട്ടി നിർത്തുള്ളൂ.
കാരണം ഇത് വലിക്കുകയാണെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് പുല്ലിനെ എടുത്ത് കളയേണ്ടി വരും. പറ്റില്ല, എളുപ്പമല്ല. അപ്പൊ ഈ പുല്ല് വെട്ടണതേ ആളുകൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുല്ല് വളർത്തി കുറേ പേര് കമന്റ് വാട്സപ്പിലൊക്കെ നമുക്ക് മെസ്സേജ് അയക്കും, നിങ്ങൾ പുല്ലിനെ പരിപാലിക്കുന്നത് എങ്ങനെയാണ്. ഇത് എപ്പോഴും പറയുന്നുണ്ട് നമ്മൾ. ഇത്തവണയെങ്കിലും ഞാൻ പുല്ല് വെട്ടുന്ന ആളുടെ നമ്പർ തരാം കേട്ടോ. പിന്നെ നമ്മൾ പുല്ല് വളർത്തുന്ന രീതിയും പറഞ്ഞു തരാം. ഇത് വളരെ സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടില്ല. പുല്ല് വളർത്തുന്ന രീതി എന്തിട്ടുള്ള അതാ അവര് പറഞ്ഞു കഴിഞ്ഞാൽ സനീഷിന്റെ അടുത്ത് പറഞ്ഞാൽ അവര് കൊണ്ടുവന്ന് വെക്കും. പിന്നെ നമ്മൾ നനച്ചു കൊടുക്കുക, അത്രല്ലേ ഉള്ളോ. നനച്ചു കൊടുക്കണം. നമ്മൾ ഒരു വളം ഇടാറില്ല. പിന്നെ ഇതിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. അടിപൊളിയായിട്ട് എന്താ പറയാ, മറ്റേ മെക്സിക്കൻ ഗ്രാസ് ഉണ്ടല്ലോ, അതാണെങ്കിൽ ഇടയിൽ കേടുവരാ, ഇടയ്ക്ക് സജീവന്റെ അവിടെ ഷാൻചാറിന്റെ അവിടെ ഒക്കെ വെച്ചാണ് പുല്ലില്ലേ, അത് കറുകപ്പുല്ല് പോലത്തെ. അതന്നെ അത് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇടയ്ക്ക് കേട് വരും. അതിനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കേട് വന്നു, ഒരു ശതല് പോലത്തെ ഒരു കേടാ, അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഒരു വശം മൊത്തം പോയിണ്ടാവും. അത്ര പെട്ടെന്ന് ആ കേട് വരക്കും. അപ്പം അതിന് വിഷമൊക്കെ അടിച്ചു കൊടുക്കണം. ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ നോക്കുമ്പോൾ മെയിൻ്റനൻസ് ഇതിന് വളരെ കുറവാണ്. നമുക്കിപ്പോൾ ഈ പറമ്പൊക്കെ അവിടെ കുറേ എടുക്കണ കാരണമാണ് ഈ കളപ്പുല്ല് ഇത്ര അധികം. അല്ലാച്ചെങ്കിലൊന്നും ഇങ്ങനെ കളപ്പുല്ല് വന്നേ ഇല്ല. അതെ, പെട്ടെന്ന് പൊങ്ങാ. പിന്നെ ഇവിടെയൊക്കെ ഈ വഴിയിലൊക്കെ കണ്ടില്ലേ, ഇത് വഴിയിലും പെട്ടെന്ന് കളപ്പുല്ല് വരും. വഴിയില് വരുന്നത് ഈ മുത്തങ്ങയും ഈ കറുകപ്പുല്ലും കണ്ട പെട്ടെന്ന് വരും ഈ സാധനം. ഒന്ന് ശ്രദ്ധിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് പുല്ല് വലിക്കാനായിട്ട് കണ്ടമാനം കാശ് വരെ. ചേട്ടാ ഇവിടെ എനിക്ക് തോന്നുന്നു അവര് ഇതടക്കം വെച്ച് വെട്ടും തോന്നുന്നില്ല ചേട്ടാ, ഇത് വലിക്കേണ്ടി വരും. അത് അവര് ചെയ്തോളും. കടാ ഇവിടെ മുത്തങ്ങ പൊന്തി നോക്കിയേ, 3 ആഴ്ച മുമ്പ് 2 ആഴ്ചയായിട്ടില്ല അവരെ കൊണ്ട് പുല്ല് വലിപ്പിച്ചിട്ട്. 2 ആഴ്ച 3 ആഴ്ച ആയിട്ടില്ല. അപ്പോഴേക്കും കണ്ടാ മുത്തങ്ങ വന്നിട്ടുണ്ടാ. സനീഷ് ഇത് വെക്കുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതാ, മുത്തങ്ങ വന്ന് പെട്ടാ കഴിഞ്ഞു. കാരണം അതിന്റെ കിഴങ്ങാ, അത് ഇതിങ്ങനെ വലിച്ചാലും ആ കിഴങ്ങ് ഇങ്ങനെ അടിയെ പരന്നു പോകും. അത് പോണോടത്ത് ഫുള്ള് അതിന്റെ വേര് പോണോടത്തൊക്കെ ഇതിങ്ങനെ നിറയെ മുളച്ചോണ്ടിരിക്കുക. ആ കിഴങ്ങടക്കം വലിച്ചു കളഞ്ഞാലാണ് അത് പോവുള്ളൂ. പക്ഷെ അത് വലിച്ച് അതെങ്ങനെയാലും കിട്ടില്ല. ഇവരിതിങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ വലിച്ച് ഇതാക്കിയിട്ടല്ലേ പോവുള്ളൂ. ഇവിടെ നിറഞ്ഞു എന്നുള്ളതാ. ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇവിടെ ഈ വഴിയിലുണ്ടായിരുന്നുള്ളൂ. ഈ വഴിയിൽ നിന്ന് അങ്ങോട്ട് പരന്നതാവും. ഒരു സാധനം ഭംഗിയാക്കി ഇടണമെങ്കിൽ നമ്മൾ തുടക്കം അത് ഭംഗിയാക്കിയാ പോരാ, അതിന്റെ മെയിന്റനൻസ് എന്ന് പറയുന്നത് വലിയൊരു ഘടകം. സർവീസിംഗ് ആണ് ഏറ്റവും വലിയ ചെലവ് കാര്യം. പുല്ലിട്ട് ഭംഗിയാക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യം കഴിഞ്ഞു. എപ്പോഴും നോക്കാനായിട്ട് ഒരാൾ വേണം. നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഒരു 8,000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്, 7,000 സ്ക്വയർ ഫീറ്റോളം പുല്ലനി ഉണ്ടെന്നുകൊണ്ട്. അല്ല, അതാ ഞാൻ തുടക്കം പറഞ്ഞ 32 സെന്റിൽ വീട് കഴിച്ചിട്ട് ബാക്കി പിന്നെ കുറച്ച് ഈ കൂടിലും കൂടാരോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ ബാക്കിയൊക്കെ പുല്ലിനെയല്ലേ, എല്ലാവരും പുല്ലിനെയാണ്. ഇപ്പൊ ജയ്സനും കൂട്ടരും വരും പുല്ല് വെട്ടാനായിട്ട്. നമ്മുടെ മറ്റേ ഇബ്രാഹിം ചേട്ടനും ഇവരൊക്കെ കൂടിയിട്ട് വരും. ഇപ്പുറത്തും ഈ ഇതിന്റെ ഭംഗി കണ്ട, യൂജീനിയയുടെ ഭംഗി. അത് ഇതിനെ തൊടിപ്പിക്കണ്ടേട്ടെന്ന്. ഇതിന് വെട്ടിപ്പിക്കില്ലേ, ഇന്ന് വെട്ടിപ്പിക്കില്ലേ ഇവരെ കൊണ്ട്. അടുത്തവണ വരുമ്പോ ഇത്രയ്ക്ക് മാക്സിമം ഹൈറ്റ് വരുള്ളൂ. ഇതിപ്പോ നല്ല ഭംഗിയാണ് കാണാൻ. ഭംഗിയിലാണ് ഇപ്പൊ ഇത് 2 സൈഡ് നിക്കണേ. ഇവിടെ വെയിൽ കിട്ടണ കാരണം കൊണ്ടേ ഇത് വെയിൽ എത്ര കിട്ടണോ അത്രയും ചുവപ്പ് കളറിൽ നിൽക്കും ആള്. ഇപ്പൊ മഴ പെയ്തിണ്ടായിരുന്നു കുറച്ച് നേരം, അത് കാരണം വെള്ളം. കാലത്തെ മഴയൊക്കെ പെയ്യുമ്പോഴേ നമുക്ക് ഇവിടെയൊക്കെ വന്ന് നിൽക്കാനായിട്ട് നല്ല രസമായി. ഇതിനൊക്കെ ഇങ്ങനെ ഈ കളറിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നതാണപ്പോഴേ പ്രത്യേക അനുഭൂതിയാണ് നമുക്ക്. പുല്ല് വെട്ടാനുള്ള ആളെത്തിയിട്ട് ഒരാളെത്തി, ഒരു ചേട്ടനെത്തി. എവിടെയാ ജയ്സനൊക്കെ? എവിടെയാ വരുന്നില്ല? അയ്യോ, ഈ ചേട്ടൻ്റെ പേര് ഞാൻ മറന്നു. പാണ്ഡ്യൻ ചേട്ടാ. എവിടെ വീടെന്ന് പറഞ്ഞേ? പുതുക്കോട്ട പുതുപ്പണവാളൻ. പുതുക്കോട്ട എന്ന് പറഞ്ഞ സ്ഥലം കേട്ടില്ലേ? നമ്മുടെ ജയറാമിൻ്റെയും ഇവരായിട്ടുള്ള പ്രേംകുമാറായിട്ടുള്ള കഥാപ്രസംഗക്കാരെ വന്നിട്ടുള്ളത് പുതുക്കോട്ടയാണ് ഇവര്. ജയ്സൻ, ചായ കുടിച്ചോ? പുല്ലുവെട്ടൽ എവിടെയുണ്ട് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലിയർ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ചുറ്റും കണ്ട ഇങ്ങനെ ആക്കി വരുന്നുള്ളൂ. അവർ പുല്ലൊക്കെ വെട്ടിപ്പോൾ വൃത്തിയായി വരുന്നുണ്ട്. ഇവിടെ എത്ര കാനുണ്ടായിരുന്നതായിരുന്നു, ഇതൊക്കെ പടച്ചു.
നല്ല വെയിലെന്ന് എന്താ ഇതൊക്കെ ഇവിടെ നിന്നിട്ട് ഈ കല്ലുകളുടെ സൈഡിലൊക്കെ വെടിപ്പാക്കണം. ഇപ്പോഴാണ് ഈ കല്ലുകൾ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട് കണ്ട അതിൻ്റെ അവിടുത്തെ വെട്ടണം. ഇതൊക്കെ വെട്ടി പരിവാക്കി ഇനി വൃത്തിയാക്കലുണ്ട് കേട്ടോ. വൃത്തിയാക്കൽ കഴിഞ്ഞിട്ടില്ല, വൃത്തിയാക്കി വരണല്ലോ. ഇതുമേ തൊടിപ്പിച്ചിട്ടില്ല ഉണ്ടോ. അങ്ങനെ നമ്മുടെ പുല്ലുവെട്ടൽ കഴിഞ്ഞപ്പോൾ 5 മണിയായി. നല്ല മനോഹരമായി. ഇവിടെയൊക്കെ നമ്മൾ കണ്ട ഒരു അടിക്ക് ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടമാനം പുല്ലായിരുന്നേ. മനോഹരം ഒന്നും അല്ലാട്ടാ. മനോഹരാവണെങ്കിൽ ഒരാഴ്ച കഴിയണം. ഒരാഴ്ച മഴയൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുല്ല് പുതിയതുകൾ വരുമ്പോൾ ഭയങ്കര ഭംഗിയാവും. അല്ല, പുല്ല് വെട്ടി കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവിടെയും. ഇവിടെയൊക്കെ നോക്കിയേ, ഇവിടെയൊക്കെ വൃത്തിയായി. നമുക്ക് ഓടി നടക്കാൻ പറ്റിയ സ്ഥലമായി. മറ്റെന്ന് പറഞ്ഞൊരു തടസ്സം പോലെ കല്ലുകളൊക്കെ തെളിഞ്ഞു. ചാർലിയും ഇമ്രാനും ഓടി വരാം. ഇമ്രാനൊക്കെ ഇവിടെ കിടന്ന് ആർമാദിക്കുകയാണ്. എന്താ ചാർലി? അല്ല, ഇമ്രാൻ വന്നേ, ഇഷ്ടപ്പെട്ടാ പുല്ല് വെട്ടിയത്? ശരിയല്ലേ? കറക്റ്റല്ലേ? ഷെയ്ക്കിൻ്റെ വരാം. നല്ല കുട്ടി കേട്ടാ, ഗുഡ് ബോയ്. ചാലി അവിടെ നിന്നിട്ട് നോക്കാം. ഇതിന് വല്ല വല്ല പട്ടുണ്ടാകും മുതലാളിക്ക് ഷെയ്ക്കിൻ്റെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ചാലി അവിടെ നിൽക്കണം നോക്കി കേട്ടാ. എന്തിട്ട് കേട്ടാ, ഇങ്ങനെ നല്ല വൃത്തി. അപ്പം ആകെ മൊത്തം ടോട്ടൽ 7500 രൂപയാണ് പുല്ല് വെട്ടാനായിട്ട് വന്നിട്ടുള്ള ചാർജ്. ഇത്രയും അധികം ഇത്രയ്ക്ക് ചുറ്റും ഫ്രണ്ടിലൊക്കെ വെട്ടിയിട്ട് എല്ലാം വെട്ടി കഴിഞ്ഞപ്പോൾ അവർ 5 പേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭംഗിയായി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാചകത്തിലേക്ക് കിടക്കാം, ഓണപ്പാചകത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കുന്നത് കാബേജ് കൊണ്ട് തോരനാണ്. നമ്മുടെ തലേബ് പറയണേ ഈ വക മാങ്ങാത്തൊലി കൂട്ടാനുകളൊക്കെ ആയിട്ടാണ് ഓണം മുഴുവൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പ്രദേശത്ത് നിൽക്കില്ലാന്ന്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓണത്തിൻ്റെ ഇത് കിട്ടണമല്ലോ. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ. പറയും കാബേജിൻ്റെ തൊലികൾ. അതാണോ പറയണ്ടേ? അത് ഞാൻ പറയാം. നമ്മളുടെ ശ്രീദേവി ഡോക്ടറുടെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. അതായത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൊതുകിൻ്റെ വർഗത്തിനെ തന്നെ ഉന്മൂലനാശനം ചെയ്യാൻ സഹായിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട ഒരു സംഭവമാണ്. വളരെ ചെലവ് കുറവ്. അപ്പോൾ അത് ഡോക്ടർ പറഞ്ഞപ്പോൾ എന്നോട് നമ്മുടെ വീഡിയോയിൽ അത് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ കുറേ പേര് എനിക്കത് വീഡിയോ വാട്സപ്പിൽ അയച്ചു തന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഡോക്ടറോട് ചോദിച്ചാൽ ഇത് കുറേ പേര് എനിക്ക് അയച്ചു തരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു അവിടെ ഈ മരുന്നുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, പച്ചമരുന്നുകൾ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനും അരിയാനും വേർതിരിക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സ്ത്രീകൾ ആദ്യം തന്നെ അതാണ് ജോലി. അവർ പുറത്തിരിക്കുന്നിട്ടാണ് അത് ചെയ്യുക. ഒരു ഷെഡ് പോലെ ഉണ്ട് അവിടെ, കഴുകലൊക്കെ അവിടെ ചെയ്യുക. അവിടെ അവർക്ക് ഇരിക്കാന്ന് വർത്തിയില്ലാന്ന് കൊതുക് പൊതിഞ്ഞിട്ട്. അപ്പോഴാണ് ഡോക്ടർ വർഷങ്ങൾക്ക് മുൻപ് വായിച്ചിട്ടുള്ള ഒരു ജാപ്പനീസ് ആർട്ടിക്കിളാണ്, ജപ്പാൻകാർ കണ്ടുപിടിച്ചിട്ടുള്ളത്, ഡോക്ടർ കണ്ടുപിടിച്ചിട്ടുള്ളതല്ല എന്ന് പറഞ്ഞാൽ അത് ഓർമ്മ വന്ന ഡോക്ടർക്ക്. അപ്പോൾ കാബേജിൻ്റെ ഇല ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ മുക്കിയിട്ട് വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ ഈ കാബേജിൻ്റെ ഇല ഏറ്റവും നല്ലത്, നല്ല കാബേജിനേക്കാളും നല്ലത് കടകളിലൊക്കെ കെടുക്കുന്നുണ്ടാവില്ലേ, ഇതിന്റെ വേസ്റ്റ് കളഞ്ഞിട്ട് തിരിച്ച് ഈച്ചിൽ വന്നിട്ടുള്ളത് ഓൾറെഡി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട സഞ്ചിയിൽ കൊണ്ടുണ്ട് കണ്ട, അവിടെ ഈ പീടിയെന്ന് കിട്ടിയതാണ്. അത് നമ്മുടെ പറഞ്ഞുതരാം. അത് നമ്മുടെ പഴയൊരു പെയിന്റ് ബക്കറ്റുകളൊക്കെ ഉണ്ടാവില്ലേ, അതിലേക്ക് വെറുതെ ഇട്ടിട്ട് വെള്ളത്തിൽ മുക്കി വെക്കുക. കണ്ട ഇനി ഇടാം. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്ക് ഒരു മിനിറ്റ് വെള്ളം ഇറക്കട്ടെ. ഇതിൽ സാധാരണ വെള്ളം ഒഴിച്ച് വയ്ക്കുക. അയ്യോ വെള്ളം കുറവാണ്. അപ്പോൾ ഡോക്ടർ പരീക്ഷണം നടത്തിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇങ്ങനത്തെ വെള്ളം ഒഴിച്ച് വെച്ചു. മഴ കൊള്ളാത്ത സ്ഥലത്ത് വേണം അത് വെക്കാൻ. കുറച്ച് വെള്ളം വെച്ചു വെക്കാനായിട്ടാ. വെള്ളം അല്ല, അത് കാണിച്ചു കൊടുക്കണ്ടേ? എന്ത് ഡോക്ടർ പരീക്ഷണം നടത്തിയത് എങ്ങനെയായിരുന്നു പറയണ്ടേ? മഴ കൊള്ളാത്തടത്ത് ഇതിൽ വെള്ളം ആക്കിയിട്ട് ഇവിടെ വയ്ക്കും. വെള്ളം കുറച്ചുകൂടി വേണം അതിലിപ്പോ കൊതുകുകൾക്ക് വരാൻ ഇവിടെ സ്ഥലം. അതിലൊരു 1/4 ബക്കറ്റ് വെള്ളാക്ക് മതിയാ. എന്താ വെള്ളത്തിന് ഇത്ര ക്ഷാമ? ഞാൻ കൊണ്ടുവരാം വെള്ളം. ഇവിടുത്തെ പണികൾ കഴിഞ്ഞിട്ടില്ല കേട്ടാ. ഇതിൻ്റെ ആവശ്യമുണ്ട്. ടെറസിന് മുകളിൽ കൊണ്ടു വയ്ക്കുന്നത് ഇവിടെയൊക്കെ വെടുപ്പാക്കാണ്ട്. പറയുന്നില്ല പറയണത്. അല്ല ഈ സാധനം കാണുമ്പോൾ ഇത് എന്തിനാണ് ഇവിടെ കൊണ്ടു വെച്ചോളൂ. അതവിടുന്നോട്ടെ, ഒരു വീടായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതല്ല ചേട്ടൻ പറയാറ്, ഇത് കൊണ്ടയ്ക്കാൻ പറഞ്ഞ അപ്പൊ ചേട്ടൻ പറഞ്ഞ കാര്യം. ഇത് ഒരു വീടായി കഴിഞ്ഞാൽ എന്റെ ചുറ്റുവട്ടം അല്ല, ഇത് ഞാൻ മോളി കൊണ്ടു വയ്ക്കുന്നല്ലോ. ഉണ്ടാവും. ഇത് ഞാൻ മോളി കൊണ്ടു വയ്ക്കുന്നല്ലോ.
കൊണ്ടുവന്ന് ഇറക്കണമെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുവന്ന് ഇറക്കണമല്ലോ. അതെ വേണം. മതി, അത്രയ്ക്ക് വെള്ളം ഇരിക്കണം. പിന്നെ ഇതിങ്ങനെ ഇരിക്കട്ടാ. പിന്നെ വേറെ ബക്കറ്റിൽ ഡോക്ടർ നോക്കിയേ. എന്റെ ആവശ്യമില്ല, അത് ഡോക്ടർ നമുക്ക് വെറുതെ കാണിച്ചെന്നതാ. നമ്മളിപ്പോ ഒരു ബക്കറ്റ് അതിന് വേണ്ടി വെക്കൊന്നും വേണ്ട. അപ്പൊ ഇതില് എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാബേജ് ചെയ്യുമ്പോ വരുന്ന മണം എന്തോ കൊതുകുകളെ അട്രാക്ട് ചെയ്യും. കൊതുകുകൾ, ഈ ചുറ്റുവട്ടത്തുള്ള കൊതുകുകൾ മുഴുവനും അതിലായിരിക്കും വന്ന് മുട്ടയിടുള്ളൂ. നല്ല വെള്ളത്തില് മുട്ടയിടില്ല. തൊട്ടപ്പുറത്ത് നമ്മള് വേറൊരു ബക്കറ്റില് നല്ല വെള്ളം വെച്ചാലും അതിലൊരു കൊതുക് പോലും മുട്ടയിടില്ലാന്ന്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ ആ വീഡിയോ വേറെ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടില്ല. അപ്പൊ അതിലൊരു കൂത്താടീനെ പോലും നമ്മൾ കാണില്ല. പക്ഷെ മറ്റേതില് ഒരാഴ്ചയാകുമ്പോഴത്തേക്ക് നിറഞ്ഞുണ്ടാവും. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരാഴ്ച ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ചെരിച്ച് കളയാം. ചെരിച്ച് കളയുമ്പോൾ വേണമെങ്കിൽ ഒരു കുഴി കുത്തിയിട്ട് അതിലൊഴിച്ചിട്ട് മൂടാം. അല്ലെ നമ്മുടെ ഈ ചെടികളുടെ കടക്കിലേക്ക് ഒഴിക്കാം. ഒരിക്കലും ഒഴുകുന്ന വെള്ളത്തിലോ വേറെ കെട്ടി കിടക്കുന്ന വേറെ ഏതെങ്കിലും വെള്ളം എവിടെയെങ്കിലും അതിൽ കൊണ്ടുപോയിട്ട് ഒഴിക്കരുത്. പെട്ടെന്ന് പറ്റി പോവാ മണ്ണില് അപ്പൊ തന്നെ വീണ്ടും അത്രക്ക് തന്നെ വെള്ളം ഇതുപോലെ ഇട്ടിട്ട് വെക്കുക. അങ്ങനെ ഒരു 3 മാസം അടുപ്പിച്ച്. 3 മാസല്ലേ വെച്ചോണ്ടിരിക്കുക. 3 മാസമാണ് കൊതുകിന്റെ കാലാവധിയിലോ? 3 മാസം. 3 മാസം. അയ്യോ, അത് ഞാൻ നോക്കിട്ട് പറയട്ടെ. ഡോക്ടർ അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 3 മാസം തന്നെയാന്നുണ്ട് കൊതുകിന്റെ കാലാവധി. അത് ഞാൻ വേണമെങ്കിൽ വോയിസ് കേട്ടിട്ട് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തൊരു സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടില് കൊതുകുകൾ പോണ്ടോ എന്നുള്ളത് നമുക്ക് ഈ പരീക്ഷണത്തിലൂടെ അറിയാം. ഇത് വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കേരളം മുഴുവൻ ഈ ബക്കറ്റ് പരീക്ഷണം നടത്താവുന്ന കാര്യങ്ങളുള്ള കൊതുക്, ഡെങ്കിപ്പനി നമ്മുടെ എന്താ പറയാ ആരോഗ്യ വകുപ്പിന് വലിയ ഗംഭീരമായി നേട്ടമായിരിക്കും. ഡെങ്കിപ്പനിയും അത് ഇതൊക്കെ വന്നിട്ട് കൊതുക് മൂലം ഉണ്ടാവുന്ന രോഗങ്ങൾ അനവധിയല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു പരീക്ഷണം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ ഈ കൂടാരം ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ ബെഞ്ചുണ്ട്, അതുണ്ട്, ഊഞ്ഞാലുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ വൈകുന്നേരം നേരത്തെ ഇരിക്കുമ്പോ കൊതുകുകൾ അങ്ങോട്ട് വന്നു തുടങ്ങും. കാലത്തും ഇന്ന് കാലത്ത് ചായ കുടിക്കാൻ ഞങ്ങൾ ഇതുമല്ലേ ഇരുന്നേ. പക്ഷെ കൊതുക് നിറഞ്ഞു തുടങ്ങി, ഇരിക്കാൻ പറ്റണില്ല. അപ്പോഴാണ് ഇന്ന് നമുക്കിത് വെക്കാട്ടാന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രല്ല കാബേജാണ് വെക്കുന്നത്. അപ്പൊ തൊലി ഞാൻ കാബേജ് വാങ്ങിക്കാൻ പോയി തൊലി വാങ്ങിച്ചു. അപ്പം ഇനി സരിത കാബേജ് തോരനാണ് വെക്കാൻ പോണത് നിന്നിട്ട് ഞങ്ങൾ. അപ്പോൾ തലേബ് ഞങ്ങളോട് സദയം ക്ഷമിക്കുക. എന്താ ഈ വേസ്റ്റുകളൊക്കെ കണ്ട, അതെ ഇങ്ങനത്തെ വേസ്റ്റുകളൊക്കെ അതിൽ കൊണ്ടുവന്നിടാം. ഇപ്പൊ ഇത് കിട്ടാത്തവര് നല്ല കാബേജാ വാങ്ങിച്ചോ? വേണ്ട, നല്ല കാബേജ് വാങ്ങി പൊട്ട വാങ്ങിച്ചൂടെ, വെറുതെ കിട്ടും ഇഷ്ടം പോലെ. മാർക്കറ്റിൽ നിന്ന് അങ്ങനത്തെ വാങ്ങിക്കാനൊന്നും വഴിയില്ലാത്തവർ മാർക്കറ്റിലെ പീടികളിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അവർ തൊലി കളഞ്ഞിട്ട് അവിടെ കൂട്ടിയിട്ടുണ്ടാവും. അവരെങ്ങടാ അത് കൊണ്ടുപോയി നശിച്ച് കളയണ്ട ആലോചിച്ചിരിക്കുക. പിന്നെ ഇത് പറഞ്ഞ് ചെലവില്ലാത്ത ഒരു കൊതുക് നിവാരണ പ്രക്രിയയാണ്. മനസ്സിലായില്ലേ? എറണാകുളത്തൊക്കെ കൊച്ചിയിലൊക്കെ വലിയ വലിയ ഡ്രമ്മുകളിൽ ഇട്ട് വയ്ക്കുക അല്ലേ, പെട്ടെന്ന് കഴിയുക അല്ലെ, വിജയിക്കുകയാണെങ്കിൽ അതറിയട്ടെ. അപ്പം ഈ കൊതുകിൻ്റെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുപ്പിച്ച് 4 മാസം ചെയ്യണം ചേട്ടാ. 4 മാസം വരെ ചില കൊതുകുകൾക്ക് ആയുസുണ്ട്. അപ്പോൾ 4 മാസം നമ്മൾ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ 5 ഏക്കർ ചുറ്റളവിലത്തെ കൊതുകുകൾ അവിടത്തെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. കാരണം തൊട്ടപ്പുറത്തെ പറമ്പിൽ ആൾ വരെ ഇവിടെ വന്ന് പറഞ്ഞു ഇപ്പം അവരുടെ പറമ്പിൽ കൊതുകില്ല എന്ന്. അല്ലെങ്കിൽ അയാൾക്കൊന്നും പറമ്പിൽ പണിയെടുക്കാൻ പറ്റുകയാണെന്നില്ല എന്ന് കൊതുക് കടിച്ചു. ഡോക്ടറെ പറമ്പ് തന്നെ അവിടെ ഏക്കർ കണക്കിനുണ്ട്. ഔഷധവനവും ഫാക്ടറി ഒക്കെ നിൽക്കണ ഭാഗ്യേ അങ്ങനെ. അതെ, 4 മാസം ചെയ്യണം. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 7 ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ട് അത് എടുത്ത്, അല്ലെങ്കിൽ ഇത് പറ്റങ്ങൾ നമ്മൾ വിചാരിക്കണതിന്റെ എത്രയോ ഇരട്ടിയിട്ട് പെരുകും. അപ്പൊ നമ്മള് കൊതുകിനെ വളർത്തണ പോലെയോ. അപ്പൊ 7 ദിവസം ആവുമ്പോഴേക്കും ഈറ്റങ്ങള് വളർച്ച പൂർത്തിയായിട്ട് പ്യൂപ്പ അതിന്റെ കൂത്താടികൾ കൊതുകായിട്ട് മാറിപ്പോവും. അപ്പൊ 7 ദിവസത്തിന് മുന്നേ തന്നെ ഇത് തന്നെ ചെരിച്ചു കളയാ. റിമൈൻഡർ വല്ല അലാറൊക്കെ വെച്ചിട്ട് ചെരിച്ചു കളയാ. അത് മറക്കരുത്, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനിയിപ്പോ അത് ഒഴിച്ചു കളയാൻ സ്ഥലമില്ലാത്തവര്, കുഴുകുത്തി മൂടാൻ അങ്ങനെ സ്ഥലമില്ലാത്തവര് ഇതിലേക്ക് വല്ല നല്ല തിളച്ച വെള്ളം അങ്ങനെ കൊണ്ട് ഒഴിക്കുക. അതിന്റെ പറ്റുകളൊക്കെ കൊല്ലുക, എന്നിട്ട് എവിടെയെങ്കിലും ചെരിച്ചു കളയാം. അങ്ങനെ ചെയ്യാം. നമുക്ക് സ്ഥലം ഉണ്ടല്ലോ ഇഷ്ടം പോലെ, അതുപോലെ എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഇത് നുറുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇതാണ് അന്ന് ഞാൻ നമ്മുടെ മാർവലിയിൽ നിന്ന് വാങ്ങിച്ചതാട്ടാ. ഇത് വേറൊരു പാത്രം സുഖമായിരുന്നു, പിടിക്കുമ്പോൾ പോവോ? കാബേജ് ഈ പാത്രത്തിലേക്ക് ഇടുന്നു. സാധാരണ ഞാൻ മറ്റേ ചോപ്പറിലാണ് ഇത് നുറുക്കാറ്, നമ്മുടെ ചരട് വലിക്കണയിൽ.
നല്ല സുഖം പരിപാടി. എല്ലാം അരിഞ്ഞൂട്ടാ. ആ ബ്ലേഡ് എടുത്തിട്ട് ചേട്ടാ. ആ ബ്ലേഡ് കുഴപ്പമില്ല, എനിക്ക് എടുക്കാവുന്നുള്ളല്ലോ. എല്ലാം ഒരേ അളവിൽ അരിഞ്ഞ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നല്ല വൃത്തിയിൽ കിട്ടി. എന്താ നമ്മൾ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കണ്ട കേട്ടാ. ഉപ്പ് പോരാ, ഉപ്പ് പോരാ. കുറച്ച് മഞ്ഞൾപ്പൊടി, ചുമന്നുള്ളി അരിഞ്ഞത് കുറച്ചെണ്ണം കേട്ടോ, ഒരു 5-10 എണ്ണം. പിന്നെ കുറച്ച് നാളികേരം ചെരുകിയത്, പിന്നെ 2-3 പച്ചമുളക് കീറിയത്. വേപ്പില. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി വെക്കണം. ചിലർ വേപ്പിലും കൂടി തിരുമ്പ്. വേപ്പില നമുക്ക് കാച്ചെണ്ണയിലിട്ടാൽ മതി. തിരുമ്മി പൊത്തി വയ്ക്കും ചിലർ, പലരും പലതരത്തിലാക്കി. നമ്മുടെ അച്ഛൻ ചെയ്യുമ്പോൾ ഇത് പിഴിഞ്ഞ് കളയും. നമ്മുടെ അച്ഛൻ ഉണ്ടാക്കുമ്പോൾ കാബേജിൽ ആദ്യം തന്നെ ഉപ്പ് മാത്രം തിരുമ്മി വയ്ക്കും, ഉപ്പ് മഞ്ഞപ്പൊടിയും കൂടി. എന്നിട്ട് നല്ലോണം കുറച്ച് കഴിയുമ്പോൾ അത് പിഴിഞ്ഞ് കളയും, എന്നിട്ടാണ് ചെയ്യുക. പിന്നെ ഇതിലിനി ക്യാരറ്റ് നുറുക്കിയിടും കേട്ടോ. അതെല്ലാവരും നുറുക്കിയിടുന്നില്ലേ? ക്യാരറ്റ് വേണമെങ്കിൽ നമുക്ക് ഇടായിരുന്നു, പക്ഷെ നമ്മുടെ വീട്ടിലില്ല ഇപ്പോൾ ക്യാരറ്റ്, അതുകൊണ്ട് ഇടുന്നില്ല. മതി. അടിയിൽ എത്തിയിട്ടില്ലെന്നുണ്ട്. ഇതിങ്ങനെ കുണ്ടുള്ള പാത്രമായ കാരണേ, പരന്ന പാത്രം അഞ്ചിട്ടാണില്ലേ ഇടാ പറയുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ആയേനെ. ഓക്കെ, നന്നായി പൊത്തി വയ്ക്കണം. ഒരു 15 മിനിറ്റ് ആരട്ടാ. ചിലപ്പോൾ സദ്യകൾക്കൊക്കെ മണിക്കൂറുകളോളം പൊത്തി വയ്ക്കും ചിലപ്പോൾ. കൈ കഴുകിയിട്ട് വരാം. നമ്മൾ തോരണ്ടാക്കാൻ പോണ്. പാത്രം അടപ്പത്ത് വയ്ക്കുന്നത് കത്തിച്ചിട്ട്. ചേട്ടനാണോ ചെയ്യണം ഞാനാണോ ചെയ്യണം? നീ എന്തെങ്കിലും അടപ്പത്ത് വെച്ചൂടെ? നീ ചെയ്തോ. ഞാൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലൊന്ന് വന്നിട്ടൊന്ന് കൈയിട്ട് മാന്തിയില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ചേട്ടൻ പാത്രം ചൂടാവട്ടെ. വെറുതെ രസം. സിമ്പിൾ തോരനാണ് കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ ക്യാരറ്റ് ഉള്ളവർക്ക് ഒരു ക്യാരറ്റ് ഇതിൽ നുറുക്കിടാം. ചിലൊരു ജീരകം നമ്മൾ വീട്ടിൽ വയ്ക്കുമ്പോൾ ജീരകം. ഞാൻ വീട്ടിൽ സാധാരണ നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ നാളികേരം ഇങ്ങനെ പൊത്തി വയ്ക്കില്ല. നാളികേരവും ജീരകവും പച്ചമുളകും കൂടിയിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പിടിക്കും, നന്നായിട്ട് അരക്കില്ല. ഒന്ന് ഇതാക്കിയിട്ട് ആദ്യം കടുകൊക്കെ പൊട്ടിച്ചിട്ടിട്ട് വരുമ്പോൾ ചേർക്കും. വീട്ടിലുണ്ടാകണ തോരൻ വേറെ, സദ്യക്കുണ്ടാകണ തോരൻ വേറെ. അതെ. ചൂടായിട്ടില്ല. വെള്ളം 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 വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ഒഴിക്കും. അല്ല ഇല്ല, അടി പരക്കാനില്ലേ? ഇത് വലിയ പാത്ര. ഞാൻ വല്ലതും സഹായിക്കണേ? വേണ്ട, കൈ തിരിക്കുക അവിടെ നിന്നിട്ട്. മനസ്സിലായി. ചൂടാവണം. ഇതുപോലെ അടുക്കളയിൽ ഞാൻ പണിയെടുക്കുമ്പോൾ വന്നിങ്ങ എത്ര കാര്യം ഉണ്ടായിരുന്നു. വെളിച്ചെണ്ണ ചൂടായ കടുകിടുക. ആ പൊട്ടിയിട്ടുണ്ട്. ചൂടായിട്ടില്ല എന്നാണോ ചേട്ടൻ വിചാരിച്ചത്? ചൂടായി അല്ലേ? കയ്യിൽ പിടിച്ച് വെക്കണം നമ്മൾ. ഇടാല്ലേ? ഒരു മിനിറ്റ്. ആ ഉഴുന്ന് പരിപ്പ് ഇടട്ടാ. കുറയ്ക്കാനാ. കടുക് പൊട്ടി കഴിഞ്ഞാൽ ഉഴുന്നും പരിപ്പിടുന്ന കുറച്ച് ഞാളക്കാം. നീ ഇടം കൈ കൊണ്ടൊക്കെ ചെയ്യാറുണ്ട്. ഒരു കൈയില് ഇങ്ങനെ വെച്ചിട്ട് നമ്മള് സാധാരണ വീട്ടമ്മമാരൊക്കെ ചെയ്യണത് അതൊക്കെ 2 കൈ കൊണ്ട് ചെയ്യും. ആട്ടോ ഇട്ടോ, അത് ഇട്ടോ. ഉഴുന്നും പരിപ്പ് മൂത്ത വറ്റൽ മുളക് ഇടുന്നു, വേപ്പിലിടുന്നു ഇട്ടോ. ഇതിലേക്ക് ഇടുന്നു. കണ്ടമാനുണ്ടല്ലോ അല്ലേ. സാധാരണ വീട്ടിൽ നമ്മൾ വെക്കുമ്പോൾ പകുതി കാബേജ് എടുക്കാറുള്ളൂ. കാബേജ് ഇത് വെറുതെ തിന്നാട്ടാ, നല്ലതാ. വല്ലപ്പോഴൊക്കെ എപ്പോഴും തിന്നണ നല്ലതല്ല. എവിടേക്കൊക്കെ ഇട്ടത്. നന്നായി മിക്സ് ചെയ്തിട്ട് പൊത്തി വയ്ക്കണം, എന്നിട്ട് മൂടി വയ്ക്കുക. വീട്ടിലുണ്ടാക്കണ ജീരകത്തിൻ്റെ ഒരു മണം ഉണ്ടായിരിക്കും. സദ്യക്ക് പിന്നെ കുറേ സാധനങ്ങളിൽ ജീരകം ചേർക്കണ്ടില്ല, അതുകൊണ്ടാവും സദ്യക്ക് ജീരകം ഇതിലും കൂടി ചേർത്തിട്ട് നശിപ്പിക്കണ്ട വെച്ചിട്ടേ. കാബേജിലേ തോരനെ മൂടി ചെറിയ തീയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. സെൻറ്ററിൽ ഇളക്കുക, സെൻറ്ററിൽ
ആ സെൻട്രലിലൊക്കെ സെൻറ്ററിൽ ഞാൻ ആയം തന്നെ ഇളക്കി. ഇല്ലേ ശരി, സമ്മതിച്ചു. ആയി തുടങ്ങിയിട്ടാ. ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് ഡ്രൈ ആയിട്ടുള്ള തോരനാണ്. ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞ് നമുക്ക് ഇറക്കാം. വേറെ കൂട്ടാൻ വേണം. വേറെ കൂട്ടാൻ വേണതിന് അല്ലാണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു നനവൊക്കെ ഉണ്ടാവും. അതിന് അത് കൂട്ടി മഴയ്ക്ക് ചോറിനാൻ പറ്റും. ഇത് പറ്റില്ല. ഇതിൻ്റെ ഒപ്പം വേറെ എന്തെങ്കിലും വേണം, സാമ്പാറാ സൈഡ് ഡിഷ് ആയിട്ടേ പറ്റുള്ളൂ തോരൻ. നമ്മുടെ തോരൻ ഇപ്പോൾ സമയമായിട്ടാ, കുറച്ച് സമയമായി. സാധനം സെറ്റാക്കി തീ ഓഫ് ചെയ്തോ. ഇറക്കി വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, തീ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് ഇതിൽ നിന്ന് എടുത്തിട്ട് ഇത് വെറുതെ ടീസ്പൂൺ കൊണ്ട് കോരി തിന്നാനാണ് പറ്റില്ലോട്ടാ. കൈ മുട്ടിയാ കൈ എൻ്റെ മുട്ടി, കൈ പൊള്ളി, വേറെ സംഭവിച്ചിട്ടൊന്നുമില്ലേ. ഇതൊക്കെ നിസ്സാരം. ഈ സമയം സന്ധ്യാവാറായി. അതന്നെ, അത് കാരണം കൊണ്ട് എന്തോ ഒരു മൂഡ് കുറവുണ്ടല്ലോ ചേട്ടന്. മൂഡ് കുറവ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീയല്ലേ ഇതൊക്കെ ചെയ്യണത്. ഞാനാ എന്നെ ചെയ്യാൻ സമ്മതിച്ചും കൂടി ഇല്ലേ. ഇനി വായ പൊള്ളിക്കണം. അപ്പൊ ചൂടാറാൻ സമ്മതിക്ക്. എനിക്ക് കാബേജ് തോരൻ ഇങ്ങനെ വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ് കുറച്ചൊക്കെ. ഈ ടൈപ്പ് ചേട്ടന് വലിയ ഇഷ്ടമില്ല. ഇതിങ്ങനെ വെക്കാൻ തുടങ്ങിയ അപ്പൊ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കണ കാര്യം ഇത്. ജീരക ഇട്ടിട്ടുള്ളത് എപ്പാണ് നല്ലത്, ജീരക ഇട്ടിട്ടുള്ളതാണ് നല്ലത്, വീട്ടിൽ വയ്ക്കാനുള്ളതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഓണസദ്യ സ്പെഷ്യൽ പാചകങ്ങളെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ സദ്യക്ക് വെക്കണ രീതിയിലല്ല ചെയ്യണ്ടേ. പല സ്ഥലങ്ങളിലും പല പോലെയും വെക്കുക. തൃശ്ശൂർ ഇങ്ങനെ വയ്ക്കും. നല്ല തോരൻ, കറക്റ്റ് ഉപ്പ് പാകത്തിന്, എരിവ് പാകത്തിന്. എരിവ് അത്രയ്ക്ക് വേണ്ടല്ലോ ഇതിന്, കാരണം എരിവുള്ള കൂട്ടാനൊക്കെ കുറേ ഉണ്ടാവും. പച്ചമുളകിൻ്റെയും വറ്റൽമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിലുണ്ടാവും കേട്ടോ. 3 പച്ചമുളക് മാത്രമാണ് ഇത്രയ്ക്ക് കാബേജ്. പിന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ടു, അത് കണ്ടില്ലേ. അതിൻ്റെ എരിവ് ഇരിക്ക് കയറില്ലേ. ആര് പറയണ്, അതിൻ്റെ എരിവൊക്കെ കിട്ടും. അത് ആ വെളിച്ചെണ്ണയിൽ മൂക്കുമ്പോൾ അതിൽ നിന്നുള്ള ആ എരിവ് വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങും. അതൊക്കെ പേരിന്. വറ്റൽമുളക് പിന്നെ വലിയ എരിവുള്ളതല്ല കേട്ടോ, അതുകൊണ്ടല്ല ചെയ്യും. നല്ല രസകരമായ തോരൻ. ശരി, അപ്പം നാളത്തെ പൂക്കളായിട്ട് നമുക്കിനി വീണ്ടും കാണാം.